ഹലോ എവരി വൺ. 2026 JEE എക്സാം കഴിഞ്ഞ സമയത്ത് പല കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ്, ഒരു കുറച്ചും കൂടെ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ തന്നെ നല്ലൊരു NIT സീറ്റ് ഉറപ്പിക്കായിരുന്നു. സാരമില്ല, 2027 JEE ഫേസ് 1 തന്നെ നമുക്ക് അടിപൊളി ഒരു സ്കോറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ധീര ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൻ്റെ ക്ലാസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു ചാപ്റ്ററൊക്കെ എല്ലാ സബ്ജക്റ്റും ഏറെക്കുറെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒട്ടും താമസിച്ചിട്ടില്ല, ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 2026 JEE എക്സാമിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 97% മുകളിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു NITയിൽ നല്ലൊരു ബ്രാഞ്ചിൽ പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് വർത്താണ്. കാരണം 97% കിട്ടിയ ഒരാൾക്ക് ഫേസ് 1 എന്തായാലും നമുക്ക് നല്ലൊരു സ്കോർ, അതായത് 99% പ്ലസ് എന്തായാലും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് അഡ്വാൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻസ് എക്സാമിന് നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ 97% മുകളിലുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഴ്സ് ഫീ ഇല്ല, മെറ്റീരിയൽ ഫീ ഇല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 95 to 96% ആണ് നിങ്ങൾക്ക് നിലവിൽ 2026 JEE എക്സാമിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീൻ്റെ മുകളിൽ 100% സ്കോളർഷിപ്പ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് കോഴ്സ് ഫീ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, മെറ്റീരിയലിൻ്റെ ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് വിൽ ബി 4500. ഇനി നിങ്ങൾക്ക് 90 to 94% ആണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീൽ 75% നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ മെറ്റീരിയൽ കൂടാതെ നിങ്ങൾക്ക് 5000, മെറ്റീരിയൽ 4500 ചേർത്ത് ടോട്ടൽ 9500 മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക. അതുപോലെ 85 to 89% ആണ് നിങ്ങൾക്ക് 2026 കിട്ടിയതെങ്കിൽ 50% നിങ്ങൾക്ക് കോഴ്സ് ഫീൽ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് മെറ്റീരിയൽ ഉൾപ്പെടെ വരിക 14500 മാത്രമാണ്. ഇനി നിങ്ങൾക്ക് 80 to 84% ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 25% നിങ്ങൾക്ക് കോഴ്സ് ഫീൽ നിങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഫൈനൽ എമൗണ്ട് വിത്ത് മെറ്റീരിയൽ വരിക 19,499 ആണ്. ഇനി 75 to 79% കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 10% കോഴ്സ് ഫീൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഫൈനൽ എമൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് 22,499 ആയിരിക്കും. അപ്പോൾ ഇതാണ് 2026 JEEൻ്റെ ബേസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സൈലത്തിലെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ആയിട്ടുള്ള ധീര JEE ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കരുത്, കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ എനിമി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, മിനിമം ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഒരു തരി പോലും കോൺഫിഡൻസ് കുറവില്ലാതെ 2027 JEE മെയിൻ ഫേസ് 1 അപ്പിയർ ആവാനുള്ള സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നേരത്തെ പറഞ്ഞ ഫീ എക്സംഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കുക. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ.